എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 7 ചില വിശേഷങ്ങളാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മത്സരാർത്ഥി അനുമോളാണ്. ടാസ്കിനിടയിലും അല്ലാതെയുമെല്ലാം അനു ഇടപെട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലും പുറത്തും ചർച്ചയാകുന്നത്. എന്നാൽ അനുവോളം മോശമായ രീതിയിൽ ബിഗ് ബോസ് ഇടപെട്ട് മറ്റൊരു മത്സരാർത്ഥിയും പരിപാടിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രേക്ഷകരുടെ വിമർശനം. അത്തരത്തിലൊരു പ്രേക്ഷകയുടെ അഭിപ്രായമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശം കോണ്ടൻറ്റ് കൊടുക്കുന്ന മത്സരാർത്ഥി ഉണ്ടായിട്ടില്ല. ഒരു ക്വാളിറ്റിയുള്ള കോണ്ടൻറ്റെങ്കിലും കൊടുത്തുകൂടെ? അടുക്കള, പ്രാക്ക്, വ്യക്തിഹത്യ ഇതൊന്നും അല്ലാതെ എന്താണ് അനുവിൻ്റെ കോണ്ടൻറ്റ്? ഇവർക്ക് തന്നെ ഉളുപ്പ് തോന്നുന്നില്ലേ? സ്വന്തം നിലയിൽ നിന്ന് വേണ്ട എന്തൊക്കെ ആരോപണങ്ങളാണ് പടച്ചുവിടുന്നത്? മറ്റുള്ളവർക്ക് ജീവിതമുണ്ടെന്നുള്ള ഒരു വിചാരം വേണ്ടേ? ബിഗ് ബോസ് ഹൗസിന് പുറത്തും ഒരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കാതെയാണ് അനുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും. ഇനിയുമുണ്ട് കുറേയേറെ ചോദ്യങ്ങൾ. പക്ഷെ ചോദിച്ചിട്ട് എന്താണ് പ്രയോജനം? ന്യായീകരിക്കാൻ കുറേ PR വർക്കുള്ള ആളുകളല്ലേ ഇവരെല്ലാം. ഒരു ഫിസിക്കൽ ടാസ്ക് നടക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ടച്ച് ചെയ്യാതിരിക്കുന്നത്? അറിയില്ല, പറഞ്ഞ് തരൂ ആരെങ്കിലും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ടച്ച് ചെയ്യുന്നത്, അടുത്ത് നിൽക്കുന്നതും ഇഷ്ടമല്ലെങ്കിൽ മാറി നിൽക്കൂ. ഷാനവാസ് മാറി നിന്നില്ലേ? കാരണം പുള്ളിയുടെ ആരോഗ്യസ്ഥിതി നോക്കി ഫിസിക്കലി പറ്റില്ല എന്ന് അങ്ങേർക്കും നല്ല ഉറപ്പുണ്ട്. അനു ഉണ്ടെങ്കിൽ ആർക്കും ടാസ്ക് ചെയ്യണ്ടേ? ഇന്നലെ എന്ത് വൃത്തികെട്ട ഷോയാണ് അവർ കാണിച്ചു കൂട്ടിയത്. കരച്ചിലോ? ആരെ കാണിക്കാനാണ്? എന്നിട്ട് ഒരു ഒറ്റപ്പെടൽ നാടകവും. ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയുള്ള അനുവിൻ്റെ നെട്ടോട്ടം. പണി പാളിയെന്ന് മനസ്സിലായി എങ്കിൽ എന്തിനും ഏതിനും വുമൺ കാർഡ് ഇറക്കിയേക്കുക. ഇനിയുള്ള ടാസ്കുകളാണിനും പെണ്ണിനും പ്രത്യേകം വെച്ചു കൊടുക്കണമെന്നാണ് ബിഗ് ബോസിനോട് എനിക്കുള്ള അപേക്ഷ. സത്യം ഇമാതിരി നിലവാരമില്ലാത്ത ആരോപണങ്ങളും വ്യക്തിഹത്യയും കേൾക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ആ കൊടി കുത്തുന്ന മഡ് ടാസ്ക് ഒക്കെ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തത്. കാരണം അനു അന്ന് പുറത്താണ് നിന്നത്, മണ്ണിൽ ഇറങ്ങിയില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ അന്നേ കേൾക്കാമായിരുന്നു ആർക്കെങ്കിലും ഇതുപോലെയുള്ള ആരോപണങ്ങൾ. ആ ജിസേലിനെ ഒക്കെ സമ്മതിച്ചു കൊടുക്കണം. എത്ര പേരാണ് ആ ടാസ്കിൽ ലോക്ക് ചെയ്ത് വെച്ചത്? എത്ര പേരാണ് അവരുടെ മുകളിൽ കയറി കിടന്നത്? ആണും പെണ്ണുമൊക്കെ ആയിട്ട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. അന്ന് ഉണ്ടായിരുന്ന എത്ര സ്ത്രീകൾ ആ ടാസ്കിൽ പങ്കെടുത്തു? ശാരിക, സരിക, ശൈത്യ, ബിന്നി തുടങ്ങി എത്ര പേർ? ഇതൊക്കെ ചോദിക്കേണ്ടി വരുന്ന ലാലേട്ടൻ്റെ അവസ്ഥ കേട്ടോ. അങ്ങേരുടെയും ഒരു കാര്യം, ജിസൽ, ആര്യൻ, ദേ ഇപ്പോൾ അക്ബർ. പാവം ആ സാബുമോനെയെങ്കിലും വെറുതെ വിടണേ, അപേക്ഷയാണ്. ഇന്നലെ ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ നേരെ എങ്ങാനും ഇങ്ങനെ ഒരു ആരോപണം വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന്. എൻ്റെ അമ്മയൊന്നും സഹിക്കില്ല എന്ന്. പിന്നെ PR ഫാൻസ് ആളുകളോട് ആണ് പറയുന്നത് ഉള്ളത്. ഇതൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്ന നിങ്ങളുടെയൊക്കെ അവസ്ഥയാണ്. സങ്കടമുണ്ട് കേട്ടോ. പിന്നെ എന്നെ അക്ബറിൻ്റെ മാത്രമല്ല ആരുടെയും PR-ഉം ഫാനും ആക്കുകയും വേണ്ട. കാരണം ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഫാനും PR-ഉം ആക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഞാൻ അനുവിനെ പറ്റി കുറേ നാൾ റിവ്യൂ ഇടാതിരുന്നപ്പോൾ എന്നെ അനുവിൻ്റെ PR-ഉം ഫാനും ആക്കിയിട്ടുണ്ട്. ആര് തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും പറയും. കാരണം ഞാൻ ബിഗ് ബോസിൻ്റെ സാധാരണ ഒരു പ്രേക്ഷകയാണ്. എന്നെങ്ങനെയാണ് പുതിയതായിട്ട് വരുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ? എന്ത് ഒരു ആക്ടിംഗ് ആണ് അനു ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഇമാതിരി എക്സ്പ്രഷൻസ് ഇട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ചടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിംഗാണ് അനു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമല്ല, ഇതുപോലത്തെ ആക്ഷേപങ്ങൾ ഇറക്കുമ്പോൾ അവർക്ക് പുറത്തിറങ്ങി ജീവിക്കേണ്ട ഒരു സാഹചര്യമില്ലേ? ഇവരെന്ത് പറഞ്ഞാലും എൻ്റെ ശരീരത്തിൽ തുടരുത്, സ്ത്രീ എന്ന അല്ലെങ്കിൽ ഒരു ലേഡി എന്നുള്ള ലെവലിൽ ആ കാർഡും പൊന്തിച്ച് നടക്കുക. എന്നിട്ട് കുറേ ഇരുന്ന് സങ്കടപ്പെടാനും കരയാനും മറ്റുള്ളവരെ പ്രാകാനും സൂര്യനെ നോക്കി പ്രാകാനും എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൊണ്ടുവന്നത്. എന്തൊക്കെ ആയാലും കുഴപ്പമില്ല. ഇനി കുറച്ച് ദിവസം കൂടി നമുക്ക് ബിഗ് ബോസ് കാണാം. ബിഗ് ബോസിൻ്റെ എല്ലാ ഫാനുകൾക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.